ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ആരോണിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ അതേ നമ്മുടെ അപ്പമായിരുന്നു ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ആരോണിനാണെങ്കിൽ ഒന്ന് രാവിലെ വീണ് ചുണ്ടൊക്കെ പൊട്ടിച്ച് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ അത് ഞാനും അമ്മയും കൂടെ അടുക്കളയിൽ ഭയങ്കര ഹറിബറിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ 2:15 ട്രെയിനുണ്ട്. അപ്പോൾ 1:45 ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം ചെയ്ത് തീർത്ത് കഴിച്ച് കേക്കൊക്കെ മുറിച്ചിട്ട് ഇറങ്ങേണ്ട കാരണം എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കുമായിരുന്നു. ഒന്നിനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നത് സെറ്റ് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോഴത്തേക്കും രണ്ടുപേരും അവിടെ കയറി നിൽപ്പൊക്കെ തുടങ്ങിയായിരുന്നു. അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഇതാണ് നമ്മുടെ ഫൈനൽ ഡെക്കറേഷൻ്റെ ലുക്കും കേക്കും ഒക്കെ വരുന്നത്. അപ്പം ആരോട്ടിന് കാറ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കാറൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കായിരുന്നു ഇട്ടത്. അപ്പം അവന് കേക്ക് മുറിക്കുന്നതിനെക്കാട്ടി ആകാംക്ഷ ആ കാർ അതിൻ്റെ മണ്ടയ്ക്കൊന്ന് ഇങ്ങനെ എടുക്കാനായിരുന്നു. ഒരു വിധത്തിൽ പിടിച്ച് നിർത്തിയാണ് അവനെ കൊണ്ട് കേക്കൊക്കെ മുറിപ്പിച്ച്. കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ അതേന്ന് ആ കാറൊക്കെ എടുപ്പിച്ച് അതെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഒരു സമാധാനമൊക്കെ കിട്ടിയത്. പിന്നെ ആരോടിന് തുരുതുരാ ഗിഫ്റ്റ് കിട്ടുമായിരുന്നു. എല്ലാം കാറും ജീപ്പും ബസ്സും ഒക്കെ ആയിരുന്നു. അവന് ആകെപ്പാടെ അങ്ങ് കൺഫ്യൂഷനും സന്തോഷവും ഒക്കെ ആയിപ്പോയായിരുന്നു. ഇത്രയും കാറൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് അവനങ്ങ് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തു. അവനപ്പം തന്നെ ചോദിച്ചു കാറാണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കാറാ, ലൈറ്റ് കത്തുന്ന കാറാന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് എടുത്ത് ലൈറ്റൊക്കെ കത്തിച്ച് കാണിച്ചപ്പോഴത്തേക്ക് അവന് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ 1 മണിയായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ 1:45 ആകുമ്പോഴത്തേന് ഇറങ്ങും വേണം. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു പെട്ടെന്ന് കഴിക്കാൻ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ ഇവിടെ വന്നിരുന്നു. അന്നേരം നമ്മുടെ ആരൂട്ടിനാണെങ്കിൽ കിട്ടിയ കാറും ജീപ്പും ലോറിയും എല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അവനതിങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ വിളമ്പി തന്നു. അങ്ങനെ ഞാൻ ചോറൊക്കെ ഇങ്ങനെ ചോറും പൊട്ടി ബിരിയാണി ഇങ്ങനെ കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വെച്ചുകൊണ്ട് പറയുകയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ശടപടേന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ട്രെയിനിലിരുന്ന് എത്താറായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി റൂമിലൊക്കെ എത്തി. എല്ലാം അറേഞ്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.